നമസ്കാരം. ഔദ്യോഗിക സന്ദർശനത്തിനായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. ഏറെ അനിശ്ചിതത്വങ്ങൾക്ക് ശേഷമാണ് നെതന്യാഹു അമേരിക്കയിലേക്ക് പുറപ്പെടുന്നത്. അവിടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്, അതുപോലെ അവിടുത്തെ പാർലമെൻറ്റ് അംഗങ്ങൾ തുടങ്ങിയവരുമായെല്ലാം ഗാസയിലെ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നെതന്യാഹു ചർച്ച ചെയ്യും എന്നാണ് കരുതപ്പെടുന്നത്. ഇവരെ കൂടാതെ മുൻ പ്രസിഡൻറ്റും അടുത്ത പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപുമായിട്ടും നെതന്യാഹു കൂടിക്കാഴ്ച നടത്തുമെന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. പക്ഷേ അക്കാര്യത്തിൽ ഇനിയും ഒരു ഉറപ്പ് ലഭിച്ചിട്ടില്ല. നെതന്യാഹുവിൻ്റെ അമേരിക്കയിലെ പ്രധാന ദൗത്യങ്ങളിൽ ഒന്ന് അമേരിക്കൻ കോൺഗ്രസിൻ്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഗാസയിലെയും മറ്റെല്ലാ വിഷയങ്ങളും നെതന്യാഹു അവതരിപ്പിക്കും എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, നേരത്തെ അമേരിക്കൻ കോൺഗ്രസിലെ അംഗങ്ങൾക്കിടയിൽ നെതന്യാഹു അവരെ അഭിസംബോധന ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അഭിപ്രായ ഭിന്നതകൾ ഉയർന്നിരുന്നു എന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഒരു വിഭാഗം അംഗങ്ങൾ നെതന്യാഹു തങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനോട് യോജിക്കുന്നില്ല എന്നായിരുന്നു നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഏതായാലും മാറിയ സാഹചര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് തന്നെയാണ് ഇപ്പോൾ നെതന്യാഹുവിനെ ക്ഷണിച്ചിട്ടുള്ളത്. ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കനും എല്ലാം തന്നെ ഇക്കാര്യത്തിൽ ഏകാഭിപ്രായക്കാരാണ്. ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഗാസയിൽ സമാധാനം പുലരണം, അതിനായി നെതന്യാഹുവുമായി കൂടുതൽ അമേരിക്കൻ സർക്കാർ ചർച്ച നടത്തണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ദീർഘകാലമായുള്ള പ്രതിരോധ കൂട്ടുകെട്ടാണ് ഇസ്രായേലുമായി ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈയിടെ അക്കാര്യത്തിൽ ചില്ലറ ഭിന്നതകൾ ഉയർന്നിരുന്നു. ഇസ്രായേലിലേക്ക് അമേരിക്ക അയക്കേണ്ടിയിരുന്ന അതീവ പ്രഹരശേഷിയുള്ള 2000 പൗണ്ട് ഇനത്തിൽപ്പെട്ട ബോംബുകൾ ഉടനെ അങ്ങോട്ട് അയക്കേണ്ടതില്ല എന്ന് ബൈഡൻ ഭരണകൂടം തീരുമാനമെടുത്തിരുന്നു. പ്രഹരശേഷി കുറഞ്ഞ ബോംബുകൾ മാത്രമാണ് ഇസ്രായേലിന് അമേരിക്ക ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇസ്രായേൽ സൈന്യം ഗാസയിലെ ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പ്രസിഡന്റ് ബൈഡന് അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ഈ ആയുധങ്ങൾ കൈമാറുന്നത് സംബന്ധിച്ച് എതിർപ്പൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ ഈ സന്ദർഭത്തിൽ നെതന്യാഹു ചില പരാമർശങ്ങൾ നടത്തിയത് അമേരിക്കയെ ചൊടിപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീട് പരസ്പര ചർച്ചകളിലൂടെ, അതായത് ഇസ്രായേലിലെ ഉന്നതരായ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും മറ്റും അമേരിക്കയിലെത്തി അവിടുത്തെ വിദേശകാര്യ വക്താവുമായും പ്രതിരോധ മന്ത്രാലയത്തിലെ പ്രമുഖരുമായെല്ലാം നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പിന്നീട് അതെല്ലാം ഒത്തുതീർക്കുകയായിരുന്നു. അങ്ങനെ ഏതായാലും വൻ തോതിലുള്ള ആയുധ ശേഖരം ഇസ്രായേലിന് അമേരിക്കയിൽ നിന്ന് ലഭിക്കുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. മാത്രമല്ല, ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഹമാസിനെ മാത്രമല്ല ഹിസ്ബുള്ളയും ഹൂതി വിമതരെയും എല്ലാം നേരിടേണ്ട അവസ്ഥയാണ്. മാത്രമല്ല, ഇറാനുമായുള്ള ബന്ധം അങ്ങേറ്റം വഷളായിരിക്കുകയാണ്. ഇവർക്കെല്ലാം ആയുധം നൽകി സഹായിക്കുന്നതും പണം നൽകുന്നതുമെല്ലാം ഇറാനാണ് എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഇറാനെതിരായ നിലപാടുകളെക്കുറിച്ചും അമേരിക്കൻ നേതാക്കളുമായി നടക്കുന്ന ചർച്ചകളിൽ ഒരുപക്ഷെ തീരുമാനമാകാനുള്ള സാധ്യതയുണ്ട്. നെതന്യാഹുവിനെ സംബന്ധിച്ച് അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അതിനു മുമ്പ് തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ അത് നെതന്യാഹുവിൻ്റെ വീഴ്ചയെ തന്നെ ജനങ്ങൾ കണക്കാക്കും. ഇപ്പോൾ തന്നെ നെതന്യാഹുവിനെതിരെ പല തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ ബന്ധുക്കൾ നിരന്തരമായി പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ബന്ദികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നും നെതന്യാഹുവിൻ്റെ പിടിവാശിയാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമെന്നും ഒരു വിഭാഗം ആരോപിക്കുമ്പോൾ, അതേസമയം തന്നെ സംബന്ധിച്ച് തീവ്രവാദം അടിച്ചമർത്തുക എന്നുള്ളത് ദൗത്യമായി കണക്കാക്കി ജനങ്ങൾക്ക് മുന്നിൽ താൻ പ്രഗത്ഭനായ ഭരണാധികാരിയാണെന്നും ശക്തനാണെന്നും ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഇപ്പോൾ നെതന്യാഹുവിന് കൂടിയുണ്ട്. ഒരുപക്ഷെ അമേരിക്കയിലെ നേതാക്കളുമായി നടത്തുന്ന ചർച്ചകളൊക്കെ തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകാനാണ് സാധ്യത. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈയിടെ കോവിഡ് ബാധിതനായി സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കോവിഡ് അത്ര ഗുരുതരമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ മിക്കവാറും നെതന്യാഹുവും ജോ ബൈഡനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്നും അമേരിക്കൻ മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. എന്താണെങ്കിലും ഇസ്രായേലും അമേരിക്കയും ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് നെതന്യാഹുവിൻ്റെ ഈ ഒരു ഔദ്യോഗിക സന്ദർശനത്തെ നോക്കിക്കാണുന്നത്.